നിങ്ങളുടെ ഫിഷ് അക്വേറിയത്തിൽ നിന്ന് ചാടി പുറത്തുപോയി എത്ര നേരം വെള്ളമില്ലാണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റും? നമ്മളെപ്പോലെ തന്നെ മീനിനും ജീവിക്കാനായിട്ട് ഓക്സിജൻ വേണം. പക്ഷെ നമ്മൾ ശ്വസിക്കുന്ന ഈ വായിൽ 21% ഓക്സിജൻ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇത്രയും ഓക്സിജൻ ഉള്ള സ്ഥലത്ത് ഓക്സിജൻ കിട്ടാതെ ഒരു മീൻ മരിക്കുന്നത്? അതിന്റെ കാരണം നമ്മൾ ചെകിള, ശൗര്യം എന്നൊക്കെ വിളിക്കുന്ന ഫിഷിന്റെ ഗിൽസ് എന്ന് പറയുന്ന ഓർഗനാണ്. അപ്പൊ ഗിൽസ് എന്ന് പറയുന്ന ഓർഗനാണ് ഫിഷിന് ഓക്സിജൻ അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. പക്ഷേ ഈ ഗിൽസിന് എന്ത് വേണം? വെള്ളം വേണം. വെള്ളത്തിൽ ഡിസോൾവ് ആയ ഓക്സിജൻ മാത്രമാണ് അവർക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് വെള്ളമില്ലെങ്കിലും പുള്ളിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇത്ര നേരം ഓരോ മീനും വെള്ളമില്ലാണ്ട് ജീവിക്കാൻ പറ്റും. നമ്മുടെ മിക്ക അക്വേറിയം ഫിഷിനും 2 to 4 മിനിറ്റ്സ് ആണ് വെള്ളമില്ലാണ്ട് ജീവിക്കാൻ പറ്റുന്നത്. ഗപ്പീസ് ഒക്കെ ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ജീവിക്കും കേട്ടോ. ഈ ഗോൾഡ് ഫിഷും ഇതുപോലെ തന്നെ ജീവിക്കാനുള്ള കഴിവുണ്ട്. ഗോൾഡ് ഫിഷ് ഒരു നനഞ്ഞ സ്ഥലത്താണ് കിടക്കുന്നതെങ്കിൽ അപ് ടു 1 അവർ, 1 മണിക്കൂർ വരെ അവർക്ക് അതുപോലെ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഫൈറ്റർ ഫിഷ് എന്നൊക്കെ വിളിക്കുന്ന ബീറ്റ ഫിഷിൽ, ഈ ബീറ്റ ഫിഷിന് എയറിന് ഓക്സിജൻ എടുക്കാനുള്ള പ്രത്യേക ഓർഗൻ ഉണ്ട്, ലാബിൽ നിന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ ഓർഗൻ ഉള്ളത് കൊണ്ട് 6 മണിക്കൂർ വരെ വെള്ളമില്ലെങ്കിലും സർവൈവ് ചെയ്യാനായിട്ട് ബീറ്റ ഫിഷിന് സാധിക്കും. ഇതേപോലെ ഒരു ഓർഗൻ ആർക്കും ഉണ്ട്, വാക്കിംഗ് കാറ്റ് ഫിഷ് എന്ന് പറയുന്ന ഫിഷ് ഉണ്ട്. അത് 18 മണിക്കൂർ വരെ വെള്ളമില്ലാണ്ട് സർവൈവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ മീൻ എങ്ങാനും പുറത്ത് വീണ് കഴിഞ്ഞാൽ അപ്പം തന്നെ പിടിച്ചകത്തേക്കിട്ട് വേറെ ഒന്നും ആലോചിക്കേണ്ട. ഓന്ത് എന്തിനാണ് നിറം മാറുന്നത്, എങ്ങനെയാണ് നിറം മാറുന്നത് എന്നതിനെ കുറിച്ച് നമ്മുടെ പേജ് ഇട്ടിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യും.